അഡ്വക്കേറ്റ് അരുൺകുമാർ അങ്ങേക്ക് മറുപടി നൽകാം. ഏതായാലും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എപ്പോ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണല്ലോ. അതിന്റെ ഒരു പെറോഗേറ്റീവ് എനിക്ക് തന്നെയാണ്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അസോസിയേഷൻ രൂപീകരിക്കലും അതിന്റെ ഭാരവാഹി ആകലൊക്കെ താങ്കൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എന്നെ അതിലേക്ക് വലിച്ചെടുക്കേണ്ട. ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ 100 കണക്കിന് യു ടേണുകൾ കാണുമ്പോൾ, അതുപോലെ ഓരോ ദിവസം പറയുന്ന നുണ നിമിഷങ്ങൾക്കകം പൊളിച്ചടക്ക് നടത്തുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ അസോസിയേഷന്റെ പിന്തുണയൊക്കെ വേണ്ടി വരും. ഞങ്ങൾക്ക് അത് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ചില ക്ലാരിറ്റി വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ നിരവധി പരിപാടികളുണ്ട് എന്നതുകൊണ്ട് ഈ ദിവസം ചൊവ്വാഴ്ച രാവിലെ അവൈലബിൾ അല്ല എന്ന് ആ സമയത്ത് തന്നെ അറിയിച്ചതാണ്. ഒരു തരത്തിലും ഈ പദ്ധതിക്ക് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ പദ്ധതിക്കൊപ്പം തന്നെയാണ്. ഞങ്ങളാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചു ഉളുപ്പുള്ളത് കൊണ്ടാണെന്ന്. എന്താണ് LDFന്റെ റോളെന്ന്? ഒറ്റമിറ്റ് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പറയാം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് എപ്പോൾ പറയണമെന്ന് എന്റെ പെറോഗേറ്റീവ് ആണ്. അതിൽ താങ്കൾക്കോ പ്രതിനിധികളല്ല നിശ്ചയിക്കേണ്ടത്, ഞാനാണ് നിശ്ചയിക്കേണ്ടത്. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചു, ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇടപെട്ടില്ല. 10 കൊല്ലം ഭരിച്ച LDFന് എന്താണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോളെന്ന് ഇത് ചോദിക്കണമെങ്കിൽ ഒരു അസാമാന്യമായ തൊലിക്കെട്ടി വേണം. എന്റെ സുഹൃത്ത് രാജു പി നായറിന് ഇത്ര അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടി ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അതിന് മുന്നിൽ നമിക്കുന്നു. പൂർവാധികം ഞാൻ നമിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്ലിട്ട് പോയപ്പോ എന്താ പറഞ്ഞെന്നറിയോ? പിണറായി വിജയ, നീ ഈ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പ്രസംഗിച്ചത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരനാ. അതുപോലെ VD സതീശൻ എന്താ പറഞ്ഞതെന്നറിയോ? തീരെ ശോഷണം വരും, അതുകൊണ്ട് നാട് തകരും, അതുകൊണ്ട് ഞങ്ങൾ സമരക്കാർക്കൊപ്പമാണ്, ഈ പദ്ധതി നിർത്തിവെക്കണം എന്നാണ് ശ്രീ VD സതീശൻ പറഞ്ഞത്. രണ്ടാം വിമോചന സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് കെ സുധാകരൻ പ്രസംഗിച്ചു, ദേ നിർത്തിവെക്ക്. അന്ന് പിണറായി വിജയൻ എന്താ പറഞ്ഞേ? പദ്ധതി നിർത്തിവെക്കുന്നത് ഒഴികെയുള്ള ഏതു വിഷയവും ചർച്ച ചെയ്യാം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, പോലീസുകാരെ നിരവധി തല്ലി വീഴ്ത്തി. യൂജിൻ പെരേര, ഒരു സമുദായ നേതാവ്, പറഞ്ഞില്ലേ പിണറായി വിജയ നിന്നെ ഞങ്ങൾ കണ്ണൂർക്ക് കെട്ടുകെട്ടിക്കുമെന്നൊക്കെ പറയുമ്പോ ആ പദ്ധതിയുമായി സ്വധൈര്യം മുന്നോട്ട് പോയി കൃത്യമായി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ചതാണ് LDF സർക്കാർ. അന്ന് നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ? ക്രയിൻ വരുന്നു, ക്രയിം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവില്ല, എന്റെ മറ്റേ ആരെങ്കിലും പോകുന്നു പറഞ്ഞ് പ്രസംഗിച്ചു. ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഒന്ന് പറഞ്ഞല്ലോ. പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടോ? രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടന സമയത്താണ് അദ്ദേഹം ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്നു. അന്നും കിട്ടിയ അവസരത്തിലെല്ലാം ഈ പദ്ധതിക്ക് അള്ളുവെക്കുന്ന സമീപനമാണ് കാണിച്ചത്. പിന്നെ ഒരു വലതുപക്ഷ പ്രതിനിധി പറഞ്ഞല്ലോ, LDF UDFന്റെയും പ്രശ്നം, വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഗ്യാപ് ഫണ്ട് ഉണ്ട്. എന്താണെന്നറിയോ? വൻകിട പദ്ധതികൾക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായമാണ്. ഈ കേരളത്തോട് മാത്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടക്കണം എന്ന് പറഞ്ഞു കേന്ദ്രം. ഏതെങ്കിലും ഒരു സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പദ്ധതിക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ കോൺഗ്രസ് പ്രതിനിധി വീണ്ടും ആവർത്തിക്കുകയാണ്, അനുബന്ധ വികസനം. ഇപ്പൊ ഒരു വലിയ പാലം, ആ പാലത്തിന്റെ പണി ഏകദേശമാകുമ്പോഴാണ് അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിക്കുക. ഇവിടെ ചുറ്റുപാടുമുള്ള നാഷണൽ ഹൈവേകളുമായി കണക്ട് ചെയ്യുന്ന എല്ലാ പദ്ധതിയും 2022-23 ഘട്ടങ്ങളിൽ തന്നെ ആരംഭിച്ചു. പദ്ധതി ആസൂത്രണം, ഭൂമി ഏറ്റെടുക്കൽ, അതിന്റെ സാമ്പത്തിക എൻവയോൺമെന്റൽ ക്ലിയറൻസ്, നിയമപരമായിട്ടുള്ള നടപടികൾ, സർക്കാർ അനുമതികൾ, ഇവയെല്ലാം പടിപടിയായിട്ട് നടന്ന് 2022 തന്നെ അനുബന്ധ വികസനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള ഡേറ്റ പൊതുസമൂഹത്തിലുണ്ട്. ഈ 90 ദിവസം കൊണ്ട് ഞങ്ങൾ വന്ന് ഈ വികസനങ്ങൾ പൂർത്തീകരിച്ചു. ഇവിടെ പറഞ്ഞല്ലോ എന്തെല്ലാം പുതിയ പദ്ധതി വരുന്നു. ഒറ്റ വാചകം മതി, ജനങ്ങൾക്കറിയാം. പൂവിൽ നിന്ന് വണ്ട് തേൻ നുകരുന്നത് പോലെ നയാ പൈസ കടമെടുക്കാതെ കേരളത്തിന്റെ വികസനം അങ്ങ് മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞയാൾ 18,400 കോടി രൂപ മിനിങ്ങാന്ന് വരെ കടമെടുത്തു. ഏത് 85 ദിവസത്തിനുള്ളിൽ 18,400 കടമെടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 2,000 കോടിയുടെ കടപ്പത്രം മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിതരണം ചെയ്തു. ഇപ്പൊ ഒരു 3,000 രൂപ, അതായത് 25,000 കോടി രൂപയിലേക്ക് വെറും 90 ദിവസം കൊണ്ട് കേരളത്തിന്റെ കടമെടുപ്പ് പോകുമ്പോ നിങ്ങൾ പറഞ്ഞു ഒരുപാട് പദ്ധതികൾ. ഏത് പദ്ധതികൾ? ആ ടാറ്റയുടെ 10,000 കോടി വന്നോ? ആ ടാറ്റയുടെ 10,000 കോടി എവിടെ പോയി? ഈ പറഞ്ഞ പല പദ്ധതികളും ഹെലികോപ്റ്ററിൽ പോയി കറങ്ങിയെന്നല്ലാതെ ഒരു പദ്ധതിയും സാക്ഷാത്കരിക്കാൻ പാകത്തിന് ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് വച്ചിട്ടില്ല. എല്ലാം സാങ്കല്പികമാണ്. അതുകൊണ്ട് വിഴിഞ്ഞം നിങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങൾ കല്ലിട്ട് പോയേ ഉള്ളൂ. ആ കല്ലിട്ട് പോയ പദ്ധതിയെ ഇന്ന് കാണുന്ന സ്വപ്ന പദ്ധതിയാക്കി മാറ്റിയത് LDF ആണ്. ഏതെങ്കിലും തരത്തിൽ വിറ്റ് കാശാക്കി വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ്? പാർട്ടി സമ്മേളനത്തിന് കല്യാണത്തിന് പോകാനല്ല, കല്യാണത്തിന് പോകാമോ? കല്യാണത്തിന് പോകാനല്ല. കല്യാണത്തിന് പോയോ? കല്യാണത്തിന് പോയോ? കല്യാണത്തിന് പോയത് അതിലല്ലോ. ചോദിക്കട്ടെ,
എനിക്കറിയില്ല, താങ്കൾക്കറിയാം, എനിക്കറിയില്ല. അല്ല, അങ്ങറിയണം അതിന്റെയൊക്കെ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞു, വിസ്തീർണം വന്നു കഴിഞ്ഞു. വന്ന വിസ്തീർണം കൂടി പരിശോധിക്കണം. ഏതാ ഇൻവെസ്റ്റർ? അല്ല, ഏതാ ഇൻവെസ്റ്റർ? ആയിക്കോട്ടെ, തൊട്ടുകൂടാത്തവരുമാണോ? ആ ഇൻവെസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്താണ് ഭയക്കാനുള്ളത്? നിങ്ങൾ വാടകയ്ക്കെടുത്ത് ഇൻവെസ്റ്റർ ഇപ്പോൾ മോശക്കാരനായോ? 3 ലക്ഷം കോടി കൊണ്ടെന്ന് ആരായിരുന്നു അരുണേ? 3 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടെന്ന് ആരായിരുന്നു അരുണേ? പിണറായി വിജയനെ രാജ്യം പരിചയപ്പെടുത്തിയ ആരായിരുന്നു പറയാമോ? 3 ലക്ഷം കോടി. താങ്കൾ കേൾക്കൂ, അല്ല ഒച്ചപ്പാടുണ്ടാക്കല്ലേ, താങ്കൾ കേൾക്കൂ. പണ്ടൊക്കെ മുഖ്യമന്ത്രിയുടെ കൂടെ MD MA PhD ഉള്ളവരാ, ഇപ്പൊ MDMA ഉള്ളവരാണ്. ആ MDMA ഉള്ളവർ വലതും ഇടത്തും നിൽക്കും, 100 തവണ അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ മാറ്റി, നോഡൽ ഓഫീസറെ മാറ്റി, ഫോൺ ചെക്ക് ചെയ്യരുതെന്ന് നിർദ്ദേശം, ഫോൺ സന്ദേശങ്ങൾ പരിശോധിക്കരുതെന്ന് നിർദ്ദേശം. ഇതിനൊന്നും ഒരു സ്ഥിരീകരണം അങ്ങനെയൊന്നുമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അരുൺകുമാർ, ആഭ്യന്തരമന്ത്രി പറഞ്ഞ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഓപ്പറേഷൻ തൂഫാനിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഇടപെടലും അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പിടികൂടപ്പെട്ടത് ഈ കാലത്താണല്ലോ, യൂണിഫിന്റെ വാർത്തകൾ പിടിയിലായത്. അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കിടക്കരുത്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടി കിടക്കരുത്. നമ്മൾ പറയുന്ന വിഷയത്തിൽ പറയുന്ന വിഷയത്തിൽ നിൽക്കൂ, പറയുന്ന വിഷയത്തിൽ നിൽക്കൂ. അല്ല, പറയുന്ന വിഷയം LDF അല്ലല്ലോ. ഇനിയിപ്പോ കോൺഗ്രസ് പ്രതിനിധി പറയും, AKG സെന്ററിൽ നിന്നാണ് മെറ്റ വാർത്ത മുക്കിയെന്ന് പറയും. കാരണം ഇവർക്കെല്ലാം 10 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെയാ മെറ്റ വാർത്ത മുക്കിയത്? എങ്ങനെയാ വാർത്ത മുങ്ങിയത്? 90 ദിവസത്തിനുള്ളിലല്ലേ ഇത്രയും യൂടേൺ, ഇത്രയും പച്ചക്കള്ളം പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് പല ചോദ്യങ്ങൾ ഉയർന്നു വരും. താങ്കൾ പോയി അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രസിഡന്റ് ആകുക. ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരേണ്ടി വരും. കോൺഗ്രസിൽ നിന്ന് ആരും വരാൻ സാധ്യതയില്ല. 90 ദിവസത്തിനുള്ളിൽ ഈ യൂടേൺ നമ്മൾ കണ്ടല്ലോ. ശരി, അപ്പൊ യൂടേണുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നൊന്തുപോയി പോട്ടെ. ശരി, നമുക്ക് സമയക്കുറവുണ്ട്. Debate with Smriti Parathikkad.